കൊമ്പൻസിൻ്റെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ 4-ാമത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് നെഹ്റു സുവോളജിക്കൽ പാർക്കിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും വീൽ ചെയറൊക്കെ സ്കൂട്ടിയിൽ കെട്ടി ഒതുക്കി. ഇനി ഞങ്ങൾ ചൗമാഹല്ല പാലസും അതുപോലെ തന്നെ ചാർമിനാറും ലാഡ് ബസാറും കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തിരിക്കുകയാണ്. ഏകദേശം സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്കാണ് കൊമ്പൻസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ടൗണിൻ്റെ മനോഹരമായ ഊടുവഴികളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ഹൈദരാബാദിൻ്റെ നഗര കാഴ്ചകളും ഗ്രാമക്കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ടാണ് കൊമ്പൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് ചൗമാഹല്ല പാലസിലേക്കുള്ളത്. അപ്പോൾ അവിടെ വാഹന പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ചൗമാഹല്ല പാലസ് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഹൈദരാബാദിൻ്റെ തെരുവോരങ്ങളിലൂടെ മൊത്തം നമുക്ക് കാണാനായിട്ടുള്ളത്. കൊമ്പൻസിൻ്റെ വാഹനങ്ങളൊക്കെ ക്യൂ പാലിച്ചുകൊണ്ട് വഴി തെറ്റാതെ നമ്മളോടൊപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയ ഒരുപാട് വഴികളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ചൗമാഹല്ല പാലസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചൗമാഹല്ല പാലസിൻ്റെ മെയിൻ കവാടം. ഇപ്പോൾ കൊമ്പൻസിൻ്റെ വാഹനങ്ങളൊക്കെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ യാത്ര ചൗമാഹല്ല പാലസിൻ്റെ അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചൗമാഹല്ല പാലസ്. ഈ കാണുന്ന പോലെ റൗണ്ട് നമുക്കിങ്ങനെ കറങ്ങി വരാം. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടേജ്, ഇതിൻ്റെ മെയിൻ പാലസിൻ്റെ മെയിൻ സംഭവമാണ് ഈ കാണുന്നത്. കൊമ്പൻസ് ചൗമാഹല്ല പാലസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൗമാഹല്ല പാലസിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൊമ്പൻസ് എത്തിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ച. ഈ കാണുന്നതാണ് ചൗമാഹല്ല പാലസ്. പക്ഷെ ഇതിനകത്തേക്ക് കുറേ സ്റ്റെപ്പുകൾ കയറണുണ്ട്, റാമ്പില്ല. അപ്പോൾ നമ്മൾ കൊമ്പൻസ് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ചൗമാഹല്ല പാലസിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. സ്റ്റെപ്പാണെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് കയറും. അപ്പോൾ നമ്മളെല്ലാവരെയും ഇതിനകത്തേക്ക് വലിച്ചു കയറ്റുകയാണ് കേട്ടോ. 1 2 3 4 5 10-15 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ വിഷ്ണുവും ബിലാലും കൂടിയും ഒരുമിച്ച് കയറ്റി 10 സ്റ്റെപ്പ് ഉണ്ട്. വലിയ സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവരെയും അതിനകത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. അതിൻ്റെ അകത്തെ കാഴ്ചകൾ കയറണമെങ്കിൽ അകത്ത് തന്നെ വരണമല്ലോ. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ചൗമാഹല്ല പാലസിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക്. ഇതാണ് പാലസിൻ്റെ മുകൾ വശം അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ മുഴുവനായിട്ട് കണ്ട് അവരുടെ മുദ്രകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൊമ്പൻസ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാണ്. ഇവരുടെ മുദ്രമോതിരം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ്. ഓരോ മുദ്രകളാണ് കേട്ടോ. പഴയ കാലത്തെ രാജാക്കന്മാരുടെ മുദ്രമോതിരം അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഓരോ രാജാക്കന്മാരുടെയും പേരൊക്കെ എഴുതി അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ രാജാക്കന്മാരുടെ അവരുടെ ചിത്രങ്ങളും അവരുടെ ചരിത്രവും അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. इसका अंदर पूरा कैंडल लगाता है पहले. ഈ തൂങ്ങിക്കിടക്കിനകത്തൊക്കെ ഒരുപാട് കാലം മുമ്പേ പവർ ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് ഇതിനകത്തൊക്കെ ക്യാൻഡിലായിരുന്നു കത്തിച്ച് വെച്ചിരുന്നത്. ഇപ്പം പവറാണെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ട് അല്ലേ. ദർബാർ ഹാളാണ് അവരുടെ ദർബാർ ഹാളാണ്. അപ്പോൾ അവിടെയൊക്കെ രാജാക്കന്മാരിരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വരും. കുറച്ച് അവരുടെ ദർബാർ ഹാളാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയാണ് അവരൊക്കെ ഇരിക്കുക. ഇതിനകത്തൊക്കെ ക്യാൻഡിൽസ് കത്തിച്ച് വെച്ചിട്ടായിരുന്നു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം പവറാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ചൗമാഹല്ല പാലസിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കൊമ്പൻസ് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് ഒരുപാട് ചരിത്രമുണ്ട് കേട്ടോ. കാരണം നിസാം
അലി എന്ന് പറഞ്ഞ ആളുടെ സംഭവമാണ്. അയാളാണ് ഈ ഹൈദരാബാദ് നിർമ്മിച്ചതെന്നൊക്കെയാണ് അവിടെ ചരിത്രത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. ഇവരുടെ അവിടെ കറൻസിയും കാര്യങ്ങളൊക്കെ വെച്ചൊരു റൂമാണിത്. അതിനകത്തൊന്ന് കയറി നോക്കാം. ഇതിനകത്ത് അവരുടെ പഴയ കറൻസികളും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവരുടെ പഴയകാല കറൻസികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ട ഇവിടെ കുറേ പാലസിൻ്റെ മിനിയേച്ചർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയോ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. ചൗമഹല്ല പാലസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ദർബാർ ഹാളിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അവരുടെ സിംഹാസനം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മളിനി ഇങ്ങനെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിനകത്തേക്കൊന്ന് പോവാൻ കേട്ടോ. വിഷ്ണു എന്തിക്കാ ഇവിടെ നമുക്കൊരു ഡോറ് തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിൻറ്റേജ് പാർക്കിങ്ങോ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചൗമഹല്ല പാലസിൻ്റെ ഒരു ആയുധപ്പുരയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പഴയ കാലത്തെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആയുധങ്ങളാണ് ഇതിനുള്ളിൽ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് പഴക്കമുള്ള യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ ഒരുപാട് യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തം ആയുധങ്ങളാണ് ഇതിൽ ഫുള്ളായിട്ട്. അമ്പ്, വില്ല്, കൊമ്പ്, കുഴല്, അങ്ങനെ മൊത്തം ഈ ബിൽഡിങ്ങിനകത്ത് ഫുള്ള് ആയുധങ്ങളാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പഴയ കാലത്തെ അലമാരകളാണ് കേട്ടോ. ഇരുമ്പിൻ്റെ അലമാരകളാണ് ഈ കാണുന്നത്. ഇത്രയും ദൂരത്ത് ഇങ്ങനെ അലമാരകൾ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഇതിനകത്തും ആയുധങ്ങളാണ് കേട്ടോ. നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ആയുധങ്ങളാണ് കാണുന്നത് ഫുള്ളായിട്ട്. ഫുള്ള് ഇത് തോക്കുകൾ, പീരങ്കി, അതുപോലെ തന്നെ തോക്കുകൾ, പഴയ കാലത്തെ തോക്കുകൾ. ഇത് ഫുള്ള് ഗണ്ണിൻ്റെ സ്റ്റാൻഡാണ്. അതിൽ ഗണ്ണിരിക്കുകയാണോ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഗണ്ണുകളാണ്. ഇതൊക്കെ ഉണ്ടോ, ഇറങ്ങാനും നീളമുള്ള വാളുകളാണെന്നറിയോ. വാള്, പരിച, ഇത് കടാരകൾ. ഇതാണ് പടയാളികൾ കേട്ടോ. ഇവരുടെയൊക്കെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആയുധമൊക്കെ പിടിച്ചിട്ട് പഴയ പടയാളികളാണ് ഈ കാണുന്നത്. അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ പഴയ പാലസാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ആ കണ്ട അൽമറൊക്കെ ഉണ്ടല്ലോ, 5000 കിലോ വെയിറ്റാണ്. തീ പിടിക്കാത്ത സാധനമാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇവിടെയൊക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ അവിടെ നോട്ട് എഴുതി വെക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊമ്പൻസുത ഇവിടുന്ന് ഒറിജിനൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പാലസിൻ്റെ വിൻ്റർ ഗാർഡൻ അവിടെ നിന്നുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത് കേട്ടോ. പാലസിൻ്റെ നടുമുറ്റത്ത് നിന്ന് കാണുന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത് നമുക്ക് ഫുള്ളൊരു സ്ക്രീനിൽ ഒതുക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ കാണുന്നത് കണ്ടോ. ഇത് പാലസിൻ്റെ നടുമുറ്റത്ത് നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ സ്ക്രീനാണ് ഈ കാണുന്നത്. അത് അവരുടെ ദർബാർ ഹാളാണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ശരിക്കും പാലസ്. ഇതിനകത്ത് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ആ പാലസിനകത്തേക്കൊന്ന് ഇങ്ങനെ കയറി പോവാണ്. ഇതിനകത്തൊക്കെ നമുക്ക് വീൽ ചെയർ കൊണ്ട് വന്നാൽ സുഖമായിട്ട് പോകാൻ പറ്റും. ചില ഏരിയയിലൊക്കെ അങ്ങനെ മണ്ണാണ്, എന്നാലും നമുക്ക് പോകാൻ പറ്റും. ഇനി ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പാലസിൻ്റെ വലിയൊരു ദൃശ്യം നമുക്ക് കാണാം. പഴയകാല നിർമ്മിതിയാണ്. ഒരുപാട് ചരിത്രങ്ങളുറങ്ങുന്ന ഒരു പാലസാണ് ഈ കാണുന്നത്. ഇതാണ് ശരിക്കും പാലസ് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ കാണുന്നത് ആണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു സംഭവം. മറ്റേത് അതിൻ്റെ ദർബാർ ഹാളിലാണ് നമ്മൾ നേരത്തെ പോയത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ, ഇത്രയും ദൂരത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. ശരിക്കും ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്ത് കാണേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളോട് എത്താൻ കുറച്ച് വൈകി. അപ്പോൾ ഇനി ഇവിടെയുണ്ട് കുറച്ച് വാഹനങ്ങൾ. ഇത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ് കേട്ടോ. പണ്ട് നമ്മൾ തേര് എന്നൊക്കെ പറയുമല്ലോ, കുതിരകളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. ശരിക്കും ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്ത് കാണേണ്ട ഒരു സംഭവം തന്നെയാണിത്. പക്ഷെ ഞങ്ങളിവിടെ എത്താൻ കുറച്ച് വൈകി. ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയ വാഹനങ്ങളുണ്ട്.
അതുപോലെ തന്നെ അവരുടെ രാജാക്കന്മാരൊക്കെ മാത്രം യാത്ര ചെയ്തിരുന്ന ചെറിയ വാഹനമുണ്ട്. എന്തായാലും ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ അന്ന് അവർ ഉപയോഗിച്ചിരുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണല്ലോ. അന്നത്തെ കാലത്ത് തന്നെ എത്രയോ പഴക്കമുള്ള സാധനങ്ങളാണ്. ഈ കെട്ടിടം തന്നെ കണ്ടാൽ നമുക്കറിയാം ഒരുപാട് പഴക്കം തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. ഇവിടെ വിൻറ്റേജ് കാറുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന കാറുകൾ ഇവിടെ ഉണ്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളത് കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ കുറച്ച് പ്രയാസമാണ്, മണലാണ്. മണലിൽ കൂടെ വീൽചെയർ ഉരുട്ടാനായിട്ട് കുറച്ച് പണിയുണ്ട്, ഇങ്ങനെ തറഞ്ഞ് പോകുന്നുണ്ട്. എന്നിരുന്നാലും പൊളി, ഞങ്ങളിതാ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ കാണുന്ന പോലത്തെ പഴയ ഒരു നിർമ്മിതി. അപ്പോൾ കൊമ്പൻസൊക്കെ ഇതാ ചൗമഹല്ല പാലസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രാജകീയ വാഹനങ്ങളാണ് ഈ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ, രാജകീയ വാഹനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പഴയ കാലത്ത് സിനിമകളിലോ കണ്ടിരുന്ന വാഹനങ്ങൾ, അന്ന് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇത്. ഓരോരുത്തരും ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വണ്ടിൻ്റെ പേരും മോഡലും നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തല്ലേ, അത്ഭുതം കൂറുന്ന കാഴ്ചകളാണ് കേട്ടോ. കൊമ്പൻസിന് ഇങ്ങനത്തെ കാഴ്ച ആദ്യമായിട്ടാണ്. ഹൈദരാബാദിൽ വന്നിട്ട് എന്തായാലും നമ്മളെ യാത്ര നഷ്ടമായില്ല എന്ന് നമുക്ക് കരുതാം. ഒരുപാട് വാഹനങ്ങളുണ്ടോ, കുറച്ചൊന്നല്ല, നല്ല നല്ല അടിപൊളി വാഹനങ്ങൾ. ഇതൊക്കെ ഇപ്പം നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള വാഹനങ്ങളാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് നമുക്ക് നഷ്ടമായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ചൗമഹല്ല പാലസിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. അതോ കണ്ടുകൊണ്ട് നമ്മുടെ ടീം ഫുള്ളായിട്ട് ഇങ്ങനെ പിന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ പഴയ കാലത്തെ ട്രൈ സ്കൂട്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ കൊമ്പൻസിന് പറ്റിയ വാഹനമാണ്, ബുള്ളറ്റ്. ഇതൊക്കെ പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ കുറച്ചുകൂടി പുതിയ വാഹനങ്ങൾ, അതിനോടൊപ്പം തന്നെ കുറച്ച് പഴയ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുതിര കെട്ടി വലിക്കുന്ന വാഹനങ്ങളായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് മോഡേൺ ജീപ്പും അതുപോലെ തന്നെ മോഡേൺ കാറുമാണ് ഇവിടെ ഉള്ളത്. ഇത് പഴയ സാധനങ്ങളാണ്. ഇത് കുതിരവണ്ടി പോലത്തെ രഥങ്ങളാണ് ഈ കാണുന്നത്. അതായത് കുതിരകൾ കെട്ടി വലിക്കുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കൊമ്പൻസിൻ്റെ യാത്ര അങ്ങനെ ഹൈദരാബാദിലെ ചൗമഹല്ല പാലസിൻ്റെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകം താങ്ക്സ് പറയാനുള്ളത് നമ്മളെ പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പിനോടാണ്. നമ്മളെ യാത്രയിൽ അവർ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. മത്സര പരീക്ഷകളിലൂടെ ഒരുപാട് പേരെ ഗവൺമെൻറ് ജോലിയിലെത്തിച്ച പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പ് ഇന്ന് SSLC +2 അതുപോലെ തന്നെ ഉള്ള വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ പങ്കെടുക്കാനും അവർക്ക് ഗവൺമെൻറ് ജോലി നേടാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ടും കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് പേർക്ക് ജോലി നേടിക്കൊടുത്തിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് നമ്മളെ ഈ യാത്രയിൽ സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം താങ്ക്സ് അറിയിക്കുക. പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പ് iOS-ലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം. ചൗമഹല്ല പാലസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് കൊമ്പൻസിന് പുറത്തേക്ക് പോവാണ്. വളരെ ഭംഗിയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ അനുഭവപ്പെട്ടത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ, അപ്പോൾ അതിനൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് കൊമ്പൻസ് പുറത്തേക്ക് തന്നെ പോവാണ്. ഇനി ചാർമിനാർ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ചാർമിനാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടിങ്ങനെ തിരിച്ചു പോരുമ്പോഴേ വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അത് കണ്ടോ, ക്ലോക്ക് ടവർ, വലിയൊരു ക്ലോക്ക് ടവറാണ്. അതിൻ്റെ കവാടമൊക്കെ കണ്ടോ, മരത്തിൻ്റെ ഭീമൻ ഡോറുകൾ വെച്ചിട്ടാണ് കാണുന്നത്. ചൗമഹല്ല പാലസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. കൊമ്പൻസ് വീണ്ടും പുറത്തേക്ക് പോകാൻ ഒരുപാട് നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പാലസ് കണ്ടിറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും സിറ്റിയിലൊക്കെ ലൈറ്റൊക്കെ തെളിയാൻ തുടങ്ങി. ഇനി ഒരു രാത്രി കാഴ്ചയാണ്. ചാർമിനാറിലേക്ക് നമ്മൾ പോകുന്നത് ഒരു വൈകുന്നേര സമയത്താണ്. ഏകദേശം സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഷോപ്പുകളിലൊക്കെ ലൈറ്റും കാര്യങ്ങൾ തെളിഞ്ഞു തുടങ്ങിയതിന് നല്ല തിരക്കാണ്. റോട്ടിലൊക്കെ വലിയ വാഹനങ്ങളുടെ തിരക്കാണ്.
ഓട്ടോറിക്ഷയും ബൈക്കും അതാണ് ഇവിടുത്തെ തിരക്ക് മെയിനായിട്ട്. പിന്നെ ആളുകളും ഈ കാണുന്ന പോലെയാണ്. ഓട്ടോറിക്ഷ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടൊക്കെ വരികയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ചാർമിനാർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥാപനങ്ങൾ കണ്ടോ, മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഇവിടുത്തെ ഡ്രസ്സും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. റോഡാണ് ഒരു ലക്ഷ്യമില്ലാത്തത്, പൊരിഞ്ഞ തിരക്കാണ് റോഡിൽ. ഹൈദരാബാദിൻ്റെ സിറ്റി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാർമിനാറിൻ്റെ പരിസരമാണിത്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് കണ്ടോ, ഫുൾ ബ്ലോക്കാണ് ഓട്ടോറിക്ഷ കാറും. ഇവിടെ യൂട്ടേൺ അടിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരണം. അങ്ങോട്ട് വരണം. ആ തിരക്കിലേക്ക് നമ്മളും വരണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കണേ. അപ്പൊ നമ്മള് ചാർമിനാറിന്റെ ഏരിയയിൽ എത്തിയിട്ടോ. അവിടെ ഒരു ബിസ്മില്ല ഹോട്ടലിന്റെ ഒരു പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു പാർക്കിങ്ങിൽ പേ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ചാർമിനാർ കാണാൻ വീൽ ചെയറിലാണ് തള്ളിയിട്ട് പോകണം. അപ്പോൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇതൊരു വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട്. വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഇത് ഫുൾ ബൈക്കുകൾ പാർക്ക് ചെയ്തേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് പേ പാർക്കിംഗ് ഉണ്ട് എന്നാണ് അപ്പുറത്തുനിന്ന് പറഞ്ഞു തന്നെ. നല്ല ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിട്ട് നിൽക്കുന്ന സിറ്റിയാണ് ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ ചാർമിനാറിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മിനാരങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാനുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു പേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ പേ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് ചാർമിനാറിൻ്റെ ഭാഗത്തേക്ക് പോകാൻ. അപ്പോൾ വീൽ ചെയർ ഇറങ്ങിയിട്ട് പോകാം, കാരണം അതിൻ്റെ അടുത്തൊന്നും പാർക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിത് ആ ചാർമിനാർ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുള്ള മാർക്കറ്റാണ്. ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടോ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ നല്ല തിരക്കാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ ഞങ്ങൾ ഇതിലെ കണ്ടോ, ഈ ബൈക്കിൻ്റെ അടിയിലൂടെ ചാർമിനാറിൻ്റെ അടുത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഇതൊക്കെ വല്ല എക്സിബിഷനൊക്കെ നടക്കണ പോലെ തന്നെ ഉണ്ടോ. ഫുൾ മാർക്കറ്റാണ്. ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊമ്പൻസൊക്കെ ഇതാ മനോഹരമായിട്ടുള്ള കാഴ്ചകളോ കണ്ടുകൊണ്ട് മാർക്കറ്റിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളോ കണ്ടുകൊണ്ട് വരികയാണ്. ഇതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്നും ജീവിതത്തിൽ ഓർത്തു വെക്കാനുള്ള ഒരു നിമിഷമാണ്. കാരണം ഇത്രയും ദൂരം നമ്മൾ ഓടി വന്നിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് അല്ലേ. എവിടെ നോക്കിയാലും കാഴ്ചയാണ് കേട്ടോ. കാരണം ഒരുപാട് ഷോപ്പുകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കൊതി തീരാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ മാർക്കറ്റ് കളർഫുള്ളാണ് കേട്ടോ. കണ്ടോ, ഫുൾ കളർഫുൾ മാർക്കറ്റാണ്. കണ്ടോ, ഫുൾ ഡ്രസ്സുകളുടെ ഒരു കലർ തന്നെയാണ്. ഇവിടെയൊക്കെ ലേഡീസ്, ഇവിടുത്തെ ലോക്കൽ ലേഡീസ് വന്നിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പ്ലാനില്ല, നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാണ്. എല്ലാ കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളും കണ്ടുകൊണ്ടാണ് കൊമ്പൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫുൾ തിരക്കാണ് കേട്ടോ. മാർക്കറ്റിൽ ആളുകളും അതുപോലെ തന്നെ കച്ചവടങ്ങളും എല്ലാം കൂടി തിരക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചാർമിനാറിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരുപാട് തിരക്കുള്ള ഒരു സിറ്റിയിലൂടെ നമ്മളിങ്ങനെ വീൽ ചെയർ ഉരുട്ടി ചാർമിനാറിൻ്റെ ഏകദേശം അടുത്തെത്തി. നമ്മുടെ മുന്നിലെ കാണുന്നതാണ് ചാർമിനാർ. അതിൻ്റെ മിനാരങ്ങളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജ്വല്ലറി ഷോപ്പുണ്ട്, ഫാൻസി ഷോപ്പുണ്ട്, അതുപോലെ തന്നെ വളകൾ മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, അതുപോലെ ഡ്രസ്സുകൾ മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. കാണുന്നതാണ് ചാർമിനാർ. ഇതിന് കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് തെളിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചാർമിനാറിൻ്റെ ഏകദേശം അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൊമ്പൻസിൻ്റെ ആഗ്രഹം ഇവിടെ പൂവണിയാണ്. ചാർമിനാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇതിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീൽ ചെയർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ വന്നിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ചാർമിനാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചന്ദ്രൻ അതിൻ്റെ മുമ്പിൽ മുകളിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മനോഹരമായിട്ടുള്ള ചാർമിനാറിൻ്റെ ഭംഗിയുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാം. പക്ഷേ കുറച്ച് ദൂരെ മാറുന്ന മാത്രമാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഇത് ഒതുങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒന്നിനും പറ്റത്തില്ല. അത്രയും തിരക്കാണ് ഇവിടെ.
അപ്പോൾ ഇതിൻ്റെ വേറൊരു സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഴുന്നുണ്ടോ. ഇതിന് 4 സൈഡുകളുണ്ട്. 4 സൈഡിലും റൗണ്ടായിട്ട് നമുക്ക് കറങ്ങി നടക്കാം. അപ്പോൾ ഞങ്ങളിതാ 4 സൈഡിലും ഇപ്പോൾ 4ാമത്തെ സൈഡിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി മക്ക മസ്ജിദ് കണ്ടിട്ട് നമ്മളെന്താവും ഇവിടുന്ന് റൂമിലേക്ക് പോകും. അപ്പോൾ കൊമ്പൻസിൻ്റെ ഹൈദരാബാദ് ട്രിപ്പ് നമ്മളെ യാത്ര ചാർമിനാറിൻ്റെ ലൊക്കേഷനിലെത്തി ചാർമിനാറിൻ്റെ 4 ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ. കംപ്ലീറ്റ് ഷോപ്പിംഗ് ആണ് അധികം. അപ്പോൾ ഈ ചാർമിനാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് കൊമ്പൻസിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ബാക്കിൽ കാണുന്ന ചാർമിനാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊമ്പൻസ് കേട്ടോ. ലൈറ്റ് 5 മണിക്ക് ഓഫായി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭയം കൂടി കാണാം. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ലൈറ്റ് ഓഫായിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റിൽ ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഈ ചാർമിനാറിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങി നടക്കുകയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ പർച്ചേസിങ്ങിലാണ്. കൊമ്പൻസൊക്കെ ഇവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് തന്നെ ഇന്നലെ ഹൈദരാബാദിലെത്തി. ഇന്ന് നമ്മളെ യാത്ര ഇങ്ങനെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ചാർമിനാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇനി ഞങ്ങളിതാ മക്ക മസ്ജിദ് കാണാൻ വേണ്ടി പോകാനുണ്ടോ. അപ്പോൾ വാങ്ങാനല്ലെങ്കിലും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കണ്ടു പോകാൻ നമുക്ക് നല്ല ഭംഗിയാണ് ഇതിലൂടെ അങ്ങനെ പോകാനായിട്ട്. ആൾക്കാർ ഉണ്ട്, എല്ലാവരും ഷോപ്പിങ്ങിലാണ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ ലോക്കൽസാണ് ഇവിടെ അധികം കേട്ടോ. ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. എന്നിട്ട് പോലും ഇത്രയും തിരക്കാണ് ഇവിടെ. ഇവിടെ കണ്ടോ വളൻ്റെ ഒക്കെ മാലകളും വളകളും അങ്ങനത്തെ ഫാൻസി ഐറ്റംസാണ് ഒരുപാട് ഇവിടെ ഉള്ളത്. നമ്മളിങ്ങനെ ഏത് റൂട്ടിൽ പോയാലും അങ്ങനത്തെ കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം. ആളുകളാണ് നിറച്ച്. നമുക്ക് വീൽ ചെയർ കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഓരോരും വകഞ്ഞു മാറ്റിയിട്ട് വേണം പോകാൻ. നമ്മളങ്ങനെ മക്ക മസ്ജിദിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പള്ളി പോലുള്ള സംഭവമാണ് കാണുന്നത്. അതന്നെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പം രാത്രി ആവുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും അതിലേക്ക് അടിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ മക്ക മസ്ജിദ് വരുന്നത്. ഇവിടെ ഷോപ്പിലെ ചായയും ബജിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. ഇവിടെ ചായയും കോഫിയും മുളക് ബജിയൊക്കെ കഴിച്ചോളൂ. നല്ല ചൂടുള്ള മുളക് ബജി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറെ സൈഡിലാണ് വന്നിട്ടുള്ളത്. 4 മിനാരങ്ങളും ഒരുമിച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഫുള്ള് നമുക്കൊരു ഫ്രെയിമിൽ ഒതുക്കാൻ പറ്റില്ല, അത്രയും വലിപ്പമുണ്ട്. 4 മിനാരം 4 ഖലീഫമാരെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പഴക്കമുള്ള പള്ളികളാണ് കേട്ടോ. അവിടെയാണ് മക്ക മസ്ജിദ് കേട്ടോ. ആ കാണുന്ന മിനാരം അവിടെയാണ് മക്ക മസ്ജിദ്. അപ്പൊ ഇതാ മക്ക മസ്ജിദിന്റെ ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതാണ് മക്ക മസ്ജിദ്. ആ കാണുന്നതാണ് മക്ക മസ്ജിദ്. അത്തറിന്റെ ബിസിനസ്സാണ്. ഒറിജിനലോ എന്ത് ഭംഗിയിലാണ് സെറ്റ് വെച്ചേക്കുന്നത്. കളർഫുൾ. നേരെ പൊങ്ങിക്കഴിഞ്ഞാൽ ചാർമിനാറിന്റെ വലിയ 2 മിനാരങ്ങൾ കാണും. ഈ കാണുന്നതാണ് മക്ക മസ്ജിദിന്റെ മെയിൻ ഗേറ്റ് കേട്ടോ. ഇതിനകത്ത് കൂടെ വേണം മുന്നിലേക്ക് പോകാനായിട്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ മനോഹരമായിട്ടുള്ള വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയകാല ഓർമ്മകളെ വിളിച്ചുണർത്തുന്ന ഓരോ നിർമ്മിതികളാണ്. നമ്മൾ ഇതിനകത്തൊന്ന് കയറിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിതാ മക്ക മസ്ജിദിൻ്റെ മുന്നിലെത്തി. അവിടെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മെയിൻ ഗേറ്റ്. ഇതിലൂടെ നമുക്കിങ്ങനെ അകത്തേക്കാണ് പോവാം. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവാണ്. അപ്പോൾ നമ്മൾ ഏറെ കാണണം എന്ന് ആഗ്രഹിച്ച ഹൈദരാബാദിലെ മക്ക മസ്ജിദിൻ്റെ ഗേറ്റിലൂടെ നമ്മളിങ്ങനെ മുന്നിലേക്ക് പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മക്ക മസ്ജിദ് കേട്ടോ. നല്ല അതിമനോഹരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള മനോഹര ദൃശ്യമാണ് മക്ക മസ്ജിദിൻ്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് കൊമ്പൻസ് ഇതാ ഇവിടെ അതിൻ്റെ താഴ്വരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നമുക്കിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കാഴ്ചകളോ കാണാൻ പറ്റും. ഇവിടെ ബാങ്ക് വിളിച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ട് 3ാമത്തെ ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മക്ക മസ്ജിദ് പകർത്തിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ചെയ്യുക.
നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. രാത്രി വന്നുകൊണ്ടാണ് ഈ ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ആളുകളാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ചാർമിനാർ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ ബാക്കിൽ കാണുന്ന ചാർമിനാർ, അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന മക്ക മസ്ജിദ്, സൈഡിൽ കാണുന്ന മക്ക മസ്ജിദ് രണ്ടിനെയും ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടാണ് കൊമ്പൻസ് ഇരിക്കുന്നത്. മനോഹരമായിട്ടുള്ള നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായി. ആ അനുഭവങ്ങളൊക്കെ നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ചാർമിനാറിൻ്റെ അവിടെ വന്നിട്ട് കുറേ സമയം ഞങ്ങൾ അവിടെ കറങ്ങി നടന്നു, ഒരുപാട് ഷോപ്പിംഗ് ഏരിയയിലൊക്കെ പോയി. എന്തായാലും അവസാനം ഇവിടെ മക്ക മസ്ജിദിന് മുമ്പിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിട്ട് മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുത്തു. അപ്പോൾ എന്തായാലും കൊമ്പൻസിൻ്റെ ഈ ഹൈദരാബാദ് ട്രിപ്പ് എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറേ സ്ഥലങ്ങളിൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് മാറണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് കൊമ്പൻസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊമ്പൻസിൻ്റെ ഈ യാത്ര, ഇന്നത്തെ ഈ യാത്രാ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ വരും. നാളെ മുതൽ ഞങ്ങൾ ഫിലിം സിറ്റി അതുപോലെ കുറേ സ്ഥലങ്ങളിൽ ലൊക്കേഷൻസ് കറങ്ങി കാണാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന റൂമിൽ നിന്ന് ആദ്യം നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചാർമിനാറിൻ്റെ അവിടെ വന്നു, നല്ല തിരക്കാണ്. അപ്പോൾ എല്ലാം നല്ല കണ്ട് ആസ്വദിച്ചിട്ട് ഇന്ന് കൊമ്പൻസ് റൂമിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാനും ഞങ്ങൾക്ക് വീണ്ടും പോയി കാണാനൊക്കെ ഒരു അവസരം ഒരുങ്ങും. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.